നമസ്കാരം. കേരള നവോത്ഥാനം പടുത്തുയർത്താൻ വനിതാ മതിൽ വരെ കെട്ടിയ നവോത്ഥാന നായികയാണ് പത്തനംതിട്ടയിൽ ഇടതുപക്ഷത്തിനു വേണ്ടി വോട്ട് പിടിക്കുന്നത്. ശബരിമലയുടെ വികാരം കെ സുരേന്ദ്രന് വലിയ ജനപിന്തുണ മണ്ഡലത്തിൽ ആദ്യം മുതലേ ലഭിച്ചു തുടങ്ങിയതോടെ നവോത്ഥാന നായിക അമ്പലങ്ങൾ കയറിയിറങ്ങി തേങ്ങ ഉടയ്ക്കുകയാണ്. ശബരിമലയിൽ യുവതികൾ കയറുന്നതിനോട് യോജിപ്പുണ്ടോ എന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പോലും നിൽക്കാതെ അവർ ഓട്ടത്തിലാണ്. ഭക്തർക്കിടയിൽ പിടിച്ചു നിൽക്കാൻ വോട്ട് പിടിക്കാനുള്ള നെട്ടോട്ടം. ഓടിയെത്തുന്ന വിശ്വാസികളുടെ വീട്ടിൽ നിന്നൊക്കെ കടക്കുപുറത്തെന്നാണ് കേൾക്കുന്നത്. സഖാവ് പിണറായി വിജയന്റെ കടക്കുപുറത്താക്കലിന്റെ കർമ്മഫലം അനുഭവിക്കുന്നതിപ്പോൾ ഈ പാവം നവോത്ഥാന നായികയാണ്. സാധാരണക്കാർക്കിടയിൽ ഇറങ്ങിച്ചെന്ന് വോട്ട് പിടിക്കാനും സാധിക്കാത്ത വല്ലാത്തൊരു അവസ്ഥ. ഒടുവിൽ പന്തളം കൊട്ടാരത്തിനു മുന്നിലും എത്തി കാര്യം ബോധിപ്പിച്ചു. ഒരു കടക്കുപുറത്ത് പ്രതീക്ഷിച്ചു പോയതാണ് എങ്കിലും വീണ ജോർജ് ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. കൊട്ടാരത്തിൽ കയറ്റിയിരുത്തി ഭോജനവും നൽകി നല്ല ആതിഥ്യ മര്യാദ നൽകി തന്നെയാണ് പന്തളം കൊട്ടാരം ഈ നവോത്ഥാന നായികയെ സ്വീകരിച്ചത്. ഇതോടെ പന്തളം കൊട്ടാരം തങ്ങൾക്കൊപ്പം തന്നെയെന്ന് അവരങ്ങോട്ട് പ്രഖ്യാപിച്ചു. ആട്ടിപ്പുറത്താക്കുന്ന ഭക്തർക്കും വിഭിന്നമായി പന്തളം കൊട്ടാരം തങ്ങളെ സ്വീകരിച്ചപ്പോൾ പാവം നവോത്ഥാന നായിക തെറ്റിദ്ധരിച്ചതാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ പ്രതീക്ഷയ്ക്കാണ് വഴിവെച്ചത്. പോരാളി ഷാജിമാർ വീണ ജോർജിനെ എടുത്തുപോക്കി തലയിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇതോടെ ആതിഥ്യ മര്യാദ വേണ്ടായിരുന്നുവെന്നും പറഞ്ഞ് ഭക്തരും രംഗത്തെത്തി. ഇതോടെ പന്തളം കൊട്ടാരം ഒടുവിൽ പ്രസ്താവന ഇറക്കുകയാണ് ഉണ്ടായത്. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനാണ് പിന്തുണ എന്ന് പരോക്ഷമായി പ്രഖ്യാപിക്കുന്ന പ്രസ്താവനയാണ് രാജകുടുംബം ഒടുവിൽ പുറപ്പെടുവിക്കുന്നത്. പന്തളം കൊട്ടാരത്തിലെ രാജപ്രമുഖൻ ശശികുമാര വർമ്മയല്ല പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. നിർവാഹക സംഘം സെക്രട്ടറി PN നാരായണ വർമ്മയുടേതാണ് പ്രസ്താവന. വരുന്ന തിരഞ്ഞെടുപ്പിൽ ശബരിമല മണ്ഡലകാലം ഓർമ്മയുണ്ടാവണം എന്ന് വോട്ടർമാരോട് പന്തളം കൊട്ടാരം അഭ്യർത്ഥിക്കുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ആചാര സംരക്ഷണത്തിനായി പ്രവർത്തിച്ചവരെ തല്ലിയും ജയിലിലടച്ചും കള്ളക്കേസുകളിൽ കുടുക്കിയും അതിക്രമങ്ങൾ കാട്ടിയവർ വിജയിച്ചു വരാൻ പാടില്ല എന്ന വ്യക്തമായ അഭിപ്രായമാണ് കൊട്ടാരത്തിനുള്ളതെന്ന് നിർവാഹക സംഘം സെക്രട്ടറി PN നാരായണ വർമ്മ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഈ വിഷയത്തിൽ ജയിലിലായ വ്യക്തിയാണ് കെ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ പ്രസ്താവനയിൽ സുരേന്ദ്രനുള്ള പിന്തുണയാണ് പരോക്ഷമായി നിറയുന്നത്. ആചാര സംരക്ഷണത്തിനായി പ്രവർത്തിച്ചവരെ വിജയിപ്പിക്കണം. ഭക്തന്മാരെയും പന്തളം കൊട്ടാരത്തെയും തന്ത്രിമാരെയും സഭ്യേതര ഭാഷയിലൂടെ അവഹേളിച്ച നേതാക്കന്മാരുടെയും ഭക്തലക്ഷങ്ങളെ ദുരിതത്തിലാക്കിയ സംസ്ഥാന സർക്കാരിന്റെയും പ്രവൃത്തികൾ കൊട്ടാരത്തിന്റെയും ഭക്തന്മാരുടെയും മനസ്സിലേൽപ്പിച്ച ആഘാതം കുറച്ചൊന്നുമല്ലെന്നും പന്തളം രാജകൊട്ടാരം ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രസ്താവന. RSSുമായി അടുത്തു നിൽക്കുന്ന വ്യക്തിയാണ് PN നാരായണ വർമ്മ. പന്തളം കൊട്ടാരവും NSSും ചേർന്നാണ് ശബരിമല വിഷയത്തിൽ നിലപാടെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ പന്തളം കൊട്ടാരത്തിന്റെ ഓരോ രാഷ്ട്രീയ പ്രസ്താവനയും വിമർശനവും NSSന്റേതുകൂടിയായി വിലയിരുത്തപ്പെട്ടു. പന്തളം കൊട്ടാരത്തിന്റെ പിന്തുണ തങ്ങൾക്കാണെന്ന് ഇടതുപക്ഷവും അവകാശപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ പന്തളം കൊട്ടാരം വലിയ തമ്പുരാട്ടിയെയും കൊട്ടാരം അംഗങ്ങളെയും സന്ദർശിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്നത് സാധാരണമാണെന്ന കാര്യം ഈ നവോത്ഥാന നായിക പാവം അറിഞ്ഞില്ല. കൊട്ടാരത്തിൽ വരുന്നവരെ കടക്കുപുറത്തെന്ന് പറഞ്ഞ് ഇറക്കിവിടുന്ന സംസ്കാരമല്ല കൊട്ടാരത്തിൻ്റെതെന്നും മനസ്സിലാക്കിയില്ല. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കുന്ന 3 പ്രമുഖ കക്ഷികളുടെയും സ്ഥാനാർത്ഥികൾ അനുഗ്രഹം തേടിയും വോട്ട് അഭ്യർത്ഥിച്ചും വലിയ തമ്പുരാട്ടിയെയും കുടുംബാംഗങ്ങളെയും സന്ദർശിക്കുകയും ഉണ്ടായി. അവരെ കൊട്ടാരത്തിൽ കയറ്റിയതിനെ അപലപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ നടത്തിയ പ്രതികരണങ്ങൾ ദൗർഭാഗ്യകരമായി പോയെന്നും കൊട്ടാരം നിർവാഹക സമിതി പറയുന്നു.